ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോഴത്തെ സമയം വെളുപ്പിനെ 7 മണിയായി, 6:30-7 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് കാറ് പൂജയ്ക്ക് വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നേരെ ഇന്ന് അച്ചൻകോവിലോട്ടാണ് പോകുന്നത്. അച്ചൻകോവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതൽ എൻ്റെ വീട്ടിൽ വണ്ടി എടുക്കുമ്പം എപ്പോഴും പൂജിക്കുന്ന ഒരു സ്ഥലമാണ് അച്ചൻകോവിൽ. അപ്പോൾ ഏതൊരു ചടങ്ങും വിശേഷ ദിവസങ്ങളും മിക്ക ദിവസങ്ങളും നമ്മൾ അച്ചൻകോവിൽ പോകാറുണ്ട്. അത് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ്. അമ്പൂട്ടനെ രാവിലെ എണീറ്റ് കുളിപ്പിച്ച്, അമ്പൂട്ടൻ എന്തായാലും പിന്നെ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല, എന്നാലും രാവിലെ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. വണ്ടി ഇന്നലെ കൊണ്ടിട്ട് അപ്പം കാറ് പൂജ ചെയ്യണം, കുറച്ച് ക്ഷേത്രത്തിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടോ. അച്ചൻകോവിൽ പോകുന്ന റൂട്ടൊക്കെ നല്ല കിട്ടില്ല റൂട്ടാണ്. അപ്പം ലെറ്റ്സ് ഗോ, നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്കൊന്ന് റെഡിയായാൽ മതി, ഇപ്പൊ ഇറങ്ങാം. മൃദുല കുളിച്ച് മൃദുല റെഡി ആവുന്നതിന് അമ്പൂട്ടൻ റെഡി ആക്കണം, എന്നിട്ട് വേണം മൃദുലേക്ക് റെഡി ആവാൻ വേണ്ടി. അവൻ റെഡി. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. എസ്തറ്റിക് പോട്ടെ. രാവിലെ എണീറ്റടി ഉറക്കം എണീറ്റ് കഴിച്ചു. രാവിലെ ഒരു കരച്ചിലും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല, കുളിപ്പിച്ചപ്പോഴും ഇല്ല. എണീറ്റ പാടെ മുഖത്തോക്കിയൊക്കെ ചിരിക്കുക. ചിരിച്ചിട്ട് നേരെ പോയി കുളിപ്പിച്ചപ്പോഴും കരഞ്ഞില്ല, രാവിലെ എണീക്കുന്നതിനും കരഞ്ഞില്ല. നീ എന്താ ഇങ്ങനെ എങ്കുവാ? എപ്പടി ചിരി മാത്രം. അപ്പൊ നീ റെഡി ആക്കി മതിലേ. ഓക്കെ. നീ എന്തോ പൊട്ടിച്ചേർണം. അപ്പൊ ഞാൻ ഇന്ന് ബ്ലാക്ക് ആണ് സുഹൃത്തുക്കളെ. കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും. എന്തായാലും വെയിലൊക്കെ ആയിരിക്കത്തില്ലേ, പോകുന്നതിന് മുന്നേ ഞാൻ ഒന്ന് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് റെഡി ആട്ടെ. അപ്പോൾ ഏട്ടൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായ ഫോർച്യൂണർ ഡേ ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ കാർ പൂജയാണ്. നമ്മൾ പോകുന്നത് അച്ചൻകോവിൽ അമ്പലത്തിലാട്ടോ. രാവിലെ നമ്മൾ റെഡിയായി എല്ലാവരും കുളിച്ചൊരുങ്ങി ഇറങ്ങാൻ വേണ്ടി പോവാണ്. പക്ഷേ അവിടെ എത്തുമ്പോൾ എന്തായാലും 10-11 മണിയാവും. നല്ല ചൂടും നല്ല വെയിലുള്ള സമയത്തായിരിക്കും. അപ്പോൾ ഈയിടെയായിട്ട് വെയിലും ചൂടും ഒക്കെ കൊണ്ട്, കൂടാതെ പൊടിയും പൊല്യൂഷനും ഒക്കെ ആയിട്ട് എൻ്റെ സ്കിൻ ആകെ നാച്ചുറൽ ഗ്ലോയൊക്കെ പോയി ടാൻഡൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ സൊല്യൂഷൻ യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആട്ടോ നമ്മുടെ മാമ എർത്തിന്റെ അപ്ടൺ ഫേസ് പാക്ക്. ഇത് നോർമൽ ടു ഓയിലി സ്കിൻ ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യാം. ഈ ഫേസ് പാക്ക് നമ്മുടെ ടാനെ എല്ലാം റിമൂവ് ചെയ്ത് നാച്ചുറൽ ഗ്ലോ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടർമറിക്കും സാഫ്രോണുമാണ്. ടർമറിക് നമ്മുടെ നാച്ചുറൽ ഗ്ലോയെ റിവീൽ ചെയ്യാനും സാഫ്രോൺ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഫേസ് പാക്കിൽ തലമുറകളോളം ട്രസ്റ്റ് ചെയ്തു വരുന്ന ടർമറിക്കിന്റെയും സാഫ്രോണിന്റെയും ഗുഡ്നസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല, സേഫ് ടു യൂസ് ആണ്. ഇനി ഫേസ് പാക്ക് നമ്മുടെ ടാനെ റിമൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് ടേപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് ഞാൻ എന്റെ ഫേസിൽ ഒട്ടിക്കാൻ പോവാട്ടോ. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് സ്മാൾ എമൗണ്ട് ഓഫ് ഫേസ് പാക്ക് എടുത്തിട്ട് ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്യുക. ബെറ്റർ റിസൾട്ടിന് വേണ്ടി വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഈ ടേപ്പ് റിമൂവ് ചെയ്ത് നോക്കാട്ടോ. ഇതേ കണ്ടില്ലേ ആ ഒരു ഡിഫറൻസ്? ഇത് ഫിൽറ്റർ ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മുടെ മാമ എർത്തിന്റെ അപ്ടൺ ഫേസ് പാക്ക് നമ്മുടെ ടാൻ എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ഗ്ലോയെ റിവീൽ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ടാൻ എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പൊ ഇന്ന് ആ വെയിലൂടെ കൊള്ളാണെങ്കിൽ ഇനിയും ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു മാമ എർത്തിന്റെ സൺസ്ക്രീനൂടെ അപ്ലൈ ചെയ്യാം. ഇതായിട്ട് നമ്മുടെ മാമ എർത്തിന്റെ അപ്ടൺ ഡീടാൻ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ ഇന്ന് എന്റെ സ്കിന്നിന് ഒരു ഷീൽഡ് ആട്ടോ. ഇത് ബ്രോഡ് സ്പെക്ട്രം ആണ്, അതുപോലെ തന്നെ ടാൻ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടാൻ റിമൂവൽ മാജിക് ചെയ്യുന്നത് സാഫ്രോണും ടർമറിക്കൂടെ ചേർന്നിട്ടാട്ടോ. നമ്മുടെ മാമ എർത്തിന്റെ അപ്ടൺ ഡീടാൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് SPF 50 PA++ ആണ്, മേഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, സ്യൂട്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. അപ്പൊ നിങ്ങൾ മാമ എർത്തിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അവരെ അറിയിക്കാന്നുണ്ടെങ്കിൽ അവർ പുതിയ റിസർച്ചിലൂടെ അവരുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. അപ്പൊ മാമ എർത്തിന്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ നിയർ ബൈ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. നമ്മുടെ കൂപ്പൺ കോഡായ പ്രവീൺ 2025 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാമ എർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലും നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വേഗം അമ്പലത്തിലോട്ട് പോവാം. ഏറ്റുപാടണം അയ്യപ്പന്റെ പാട്ട്. നമ്മൾ ശബരിമലയിലൊക്കെ പണ്ട് പോകുന്ന അങ്ങനെ ഇത്തോ പാടറ മോനെ. ഇത് തന്നെ താളബോധം ഇല്ലല്ലോ, ഇതാ ഉദ്ദേശിച്ചത്. രാവിലെ എണീറ്റ് കുളിച്ച് നല്ല കറുപ്പ് കൊടുത്ത് നമ്മുടെ പുതിയ ഫോർച്യൂണറിനകത്ത് അയ്യപ്പന്റെ പാട്ടൊക്കെ ഇട്ട് ഏതാ മൂഡ്. എന്റെ സന്നിധാനം
വണ്ടി എടുത്തിട്ട് വെറും 5 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും കുഞ്ഞും മുറുകിയിരിക്കുന്നു. എന്തായാലും എന്തോ കാറ്റടിക്കുമ്പോഴേ ഉറങ്ങും. നമ്മുടെ തമിഴ്നാട് പാടശേഖരത്തിന് നടുക്കിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വണ്ടിയിൽ പോകുന്നത്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിട്ട് ബാക്കിൽ കിടന്ന് ഊക്കം വിളിച്ചുറങ്ങുന്ന മൃഗരെ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല. അമ്പൂര് നമ്മള് എത്രയും പെട്ടെന്ന് നമ്മുടെ ബേബി സീറ്റർ വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ മൃഗലേക്ക് വിശാലമായി മൃഗലേക്ക് കിടന്നുറങ്ങാം. വേണമെങ്കിൽ തേർഡ് റോ ഇവിടെ കിടന്നുറങ്ങാം, വേണമെങ്കിൽ അങ്ങ് തേർഡ് റോയിലും കിടന്നുറങ്ങാം, എവിടെ കിടന്നുറങ്ങാം, ഓടി കിടന്നുറങ്ങാം. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത് 7.5 കിലോമീറ്റർ പെർ ലിറ്റർ ഗൈസ്. 7 200 കിലോമീറ്റർ ആയി. നമ്മുടെ വണ്ടി 200 കിലോമീറ്റർ ആയി. 200 കിലോമീറ്റർ ക്രോസ്ഡ്. അത് ചെങ്കോട്ടയിൽ നിന്ന് ഇവിടുന്ന് നേരെ ഇനി അച്ചൻകോവിൽ റൂട്ടാണ്. എയർപിന്നൊക്കെ കയറി നല്ല അടിപൊളി വൈബാണ് റോഡ്. എന്താ റോഡ് ഇവിടെ കേറ്റുന്നില്ല. പുതിയ വണ്ടി ആയതുകൊണ്ട് സർവീസ് സ്പോർട്സ് മോഡൊക്കെ ഇട്ടൊക്കെ അറിയായിരുന്നു. വേണ്ട, രാവിലെ ആയതുകൊണ്ടായിരിക്കും നല്ല ബ്ലോക്ക്. അല്ലല്ല, ട്രെയിൻ ഇവിടുത്തെ റോഡുകൾക്ക് വീതിയില്ല. അത് ഭയങ്കര കൺജസ്റ്റഡ്. അതിൽ കൂടെ ലോറിയും ബസ്സും വന്ന് തീർന്നു പെട്ടിതാ ബ്ലോക്കായി. ആരെങ്കിലും ഒന്ന് ഒതുക്കി കൊടുക്കൂല. ഫോൺ അടിച്ചു വെച്ചേക്കാണ്. ഇവിടെ ആരും ഈ പഞ്ചായത്തിൽ ആരും ചെവിയല വെക്കരുത്. അതിന് അതാണ് അവന്റെ ഉദ്ദേശം. കണ്ട ഈ ബസ്സിൽ പോകുന്നതന്നെ. ഗൈസ്, നമ്മൾ വനത്തിലാണ് സുഹൃത്തുക്കളെ. വനത്തിൽ നിങ്ങളാ നാദം കേൾക്കുന്നുണ്ടോ? അടിപൊളി. പിന്നെ നമ്മള് സമയമില്ല ഗൈസ്, അമ്പലത്തിൽ നട അടയ്ക്കുന്നതിന് എത്തണം. എന്തോ വണ്ടി ഒന്ന് നിർത്താൻ തോന്നി. പോവാം സമയമില്ല, പോവാം. നല്ല റോഡാണ്ട ഇവിടെ. ഈ വഴി ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ട്. ബ്രദറെ, ആ കാട്ടിന്റെ കളകളാ നാദം കേൾക്കുന്നില്ലേ നീ? ചീവിട് റോഡ് മൊത്തം ചിത്രശലഭം. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയില് മൊത്തം ചിത്രശലഭം കേട്ടോ. ഹലോ ഗൈസ്, റോഡ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് റോഡ് ഭയങ്കര കുളുക്കാം. നമുക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അമ്പോ. അയ്യോ. അപ്പോൾ നമ്മളത് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പൂട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇങ്ങോട്ട് പോയത് ഭയങ്കര കട്ടറായിരുന്നു. അമ്പൂട്ടിന് ചോറ് കൊടുക്കാതെ അമ്പലത്തിൽ കയറ്റിവിടുക. അതുകൊണ്ടോ സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര. ഗായ്സ്, നമ്മൾ ചാവി പൂജിക്കാൻ വേണ്ടി, ചാവിയല്ല വാഹന പൂജയ്ക്ക് വേണ്ടി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം പൂജയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോയിട്ട് ഇറങ്ങി വരും. പോയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി എടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടിടണം കേട്ടോ. ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ കൊണ്ടിട്ട് അവർ വണ്ടി പൂജിക്കും. നല്ല റോഡിൽ കൂടെ കുളിക്കുകയില്ല, അല്ലാത്തപ്പോ ഭയങ്കരമായിട്ട് ഷേക്കിങ്. നമുക്ക് ഫ്രണ്ട് വലിയ പ്രശ്നമില്ല, ഇവ ഉണർന്നു കഴിഞ്ഞപ്പോ ഇവനെ പിടിച്ചോണ്ടിരിക്കാൻ നേരം മെയിനായിട്ട് ഈ റോഡ് കയറിയപ്പോഴാണ് പിന്നെ അമ്പൂട്ടിന്റെ കരച്ചിലും എല്ലാം കൂടെ ആകുമ്പോ പിന്നെ എന്തുവായിരുന്നു എന്ത് സോപ്പ് നമുക്ക് ചിരിക്കല്ലേ. നീ പോടുന്നു മാറി. അമ്പൂട്ടിനെ പോറ്റിയാക്കാം. അമ്പൂട്ടൻ പൂജിക്കും വണ്ടി. അങ്ങോട്ട് ചെല്ലും അമ്പൂട്ടാ. ഒരു തേങ്ങ വാങ്ങിച്ചാൽ सुंदरतर पिनाकधर हर
पिनाकधर हरा गंगाधर गजाचर्मांबरधर गंगाधर गज चर्मांबरधर चंद्रचूड शिवशंकर पार्वती रमणा निनगे नमो नमः चंद्रचूड शिवशंकर पार्वती रमणा निनगे नमो नमः रमणा निनगे नमो नमः. തേനീച്ച കൊണ്ടിടത് തേനീച്ച കടന്നില്ല. അപ്പൊ നമ്മുടെ വണ്ടി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ എങ്ങോട്ടാ കൂടുതലേ പോന്നെ? തിരുമലക്കോവിൽ. ഈ റോഡ് ഭയങ്കര മോശമാണ്, പക്ഷെ നല്ല രസം, ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. പക്ഷെ ബാക്കി ഇരിക്കുന്നവർക്കും ആർക്കും അത്ര രസം കാണത്തില്ല. അത് ഡാമാണോ? എന്നാ വ്യൂ കേട്ടോ. ഇത് സൂപ്പർ അല്ലേ, എന്നുവെച്ചാൽ വിസിബിൾ അല്ലേ, ഭയങ്കര എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. നമുക്ക് സീനറി ഒക്കെ, കാരണം വലിയ വിൻഡോ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഹെയർ പിൻ എന്തൊക്കെ പറയാം. ഇല്ല ഇല്ല ഇല്ല, പശുമ്പ നമ്മള് ആ അമ്പലത്തിന്റെ മുകളിലാണ് കയറാൻ വേണ്ടി പോണം. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ്. എത്ര ഹെയർ പിൻ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പം അതിന്റെ മുകളിലോട്ടോ കയറാൻ പോണേ. എവളോ ആണ് ഈ പിരിവ്? ഹൈറ്റ് ഇപ്പൊ തന്നെ ഹൈറ്റ് വീട്ടിലേക്ക് എന്റെ മണ്ട കയറി വരഞ്ഞൊടിച്ച് നിൽക്കുന്ന നോക്കണം പിള്ളേരൊക്കെ. ആ കപ്പിൾസ് കളിക്കാണ്. റോഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടണം അറിയാം. കണ്ട പാറ കണ്ട, പാറ ഇങ്ങനെ ഇല്ലേ, എന്തോരം പാട ഇട്ടിട്ടുണ്ടായിരിക്കും. ചീവി സത്യസമയം കണ്ടാ ഇത് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കണ അമ്പലോട്ടാ. എന്തോരം പാറ ചുമന്ന് മാറ്റി കാണും, എന്തോരം പാറ പൊട്ടിച്ച് കാണും. പാറയുടെ തുരങ്കത്തിന്റെ ഇല്ലേ ലെഫ്റ്റ്. ആ കൊറേ ആയി ക്ഷമിക്കണ്. ഇപ്പൊ നോക്കിക്കോ തന്നെ. ആ ഇവിടെ മിണ്ടായിരുന്നത് ഇവിടെ. ആ നിന്റെ ചിരിയും കളിയൊന്നും വേണ്ട. മയിലിന്റെ മണ്ട കയറ്റിയിരുന്നെങ്കിൽ വിടും ഞാൻ നിന്നെ. ഭൂലോകം ചുറ്റിട്ട് വന്നാ ഇനി ഇടി. അങ്ങനെയല്ലേ പറയണ, മുരുകനെ മയിലും കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടു പാവം. എൻജോയ് ചെയ്യൂ, ഇറങ്ങ്. എനിക്ക് കാണുമ്പോഴേ എൻജോയ്മെന്റ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്നില്ല. എടാ വെയിലുണ്ടോ പുറത്ത്? പിന്നെ പുറത്തിറങ്ങി പുളിച്ചടിക്കത്ര. ഞാൻ കൊച്ചിനെ ഇറങ്ങത്തില്ല. ഭയങ്കര വെയിലായിട്ടാ, നമുക്ക് ഇറങ്ങാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് മുകളിൽ വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ്. അടിപൊളി വ്യൂ. നട അടച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കയറുന്നില്ല എന്തായാലും, കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 12 മണി എന്തോ ആവാറായിട്ടുണ്ട്. അതെ, നല്ല ടോപ്പ് വ്യൂ ഉണ്ട് സുഹൃത്തുക്കളെ. അടിപൊളിയാട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന ആ ഒരു റോഡും സൂപ്പറാണ്, കിടിലമാണ്. നല്ല റോഡും നല്ല കാഴ്ചയാണ്. നമ്മളിവിടെ നേരെ തിരിക്കുവാണ്. നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ തെമ്മലയിലോട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. കുടിച്ചോ?
മൈലേജ് ഒക്കെ തോനെ ഉള്ളോണ്ടേ കുടിച്ചോ. ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചതേ ഉള്ളൂ, ഇന്നിപ്പോ ഹാഫ് ടാങ്ക് ആയി ഗൈസ്. 7, 6, 7 പിന്നെ അപ്പുറം പോകുന്നില്ല. 8 പോലും അടിക്കുന്നിട്ട് തികച്ച് കിട്ടിയിട്ടില്ല. അല്ല വണ്ടി ഇപ്പൊ എടുത്തല്ലേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാളെ മൈലേജ് ഉള്ള വണ്ടി ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടല്ലേ മൈലേജ് ഇല്ലാത്ത വണ്ടി ഉപയോഗിക്കുന്നത്. ഹേ ഗൈസ്, നമ്മളിപ്പോ എവിടെയാണ് മൃദുലേ? ആര്യങ്കാവില്. മൃദുല ചേച്ചി മീനി ചേച്ചിയുടെ വീട്ടിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നത്. വണ്ടി എടുത്ത് മൈ ഡ്രീം കാർ ഫൈനലി നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. ഡ്രീം കംസ് ട്രൂ. ചേച്ചിയുടെ പല്ല് പുഴുപ്പല്ലായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് പല്ല് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാന്ന്. ഈ ഓപ്പറേഷൻ എന്നുള്ള വീട് മാറ്റാം നമുക്ക്. പുഴുപ്പല്ല അടച്ചു, അത് മതി. അത് എന്നും നമ്മള് രാവിലെ വൈകിട്ടും പല്ല് അല്ല 3 നേരമല്ല നമ്മള് സ്വന്തം കിട്ടിയെന്ന് തന്നെ പറയാ പല്ലേക്ക് തരുന്നു. എനിക്ക് പിന്നെ അതിൽ കൂടുതലൊന്നും പറയല്ല. ചേച്ചി വണ്ടി എങ്ങനെയുണ്ട്? അതെ, നമുക്ക് പുറത്തുനിന്ന് പോവാം. ചേച്ചി പുതിയ വീട്ടിലെ ജീവിതം എങ്ങനെയുണ്ട്? നമ്മള് നാട്ടിൽ സെറ്റിൽ ബാംഗ്ലൂരിന് ഇവിടെ പറഞ്ഞ അതാ അവള് എല്ലാരും ചോദിച്ചിട്ട് തിരുവനന്തപുരത്തോട്ട് വന്നില്ലേ, പുതിയ വീട്ടിൽ മിനി ചേച്ചി വന്നില്ലേ. ഒരു രാത്രി ഓടി ഇറങ്ങിപ്പോയി. അവക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇപ്പൊ ഫുൾ അവിടെ ആയിരുന്നു. ഇത് മോളെ മുഖത്ത് എന്തോ മോഹിനിയാട്ടത്തിന് പോവുകയാണോ നീ കുട്ടി? ഒന്നിലായതേ ഉള്ളൂ, എന്നാലും പ്രോജക്റ്റ്, സെമിനാർ, അസൈൻമെന്റ് എല്ലാം ഉണ്ട്. വരുന്ന വഴിക്ക് കുറച്ച് ഓഫ് റോഡ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ചെറിയ മിനി ഓഫ് റോഡ്. ഞാൻ നമ്മളെ വണ്ടിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കയറി ചെയ്യുന്നത്. ഞാൻ കൊടുക്കാൻ കേട്ടോ. നമ്മളത് വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ തെമ്മലയിലോട്ട് വീട്ടിലോട്ട് പോവാട്ടോ. ചേച്ചി ഓട്ടിക്കുന്നില്ലല്ലേ ബാലൻസിങ്ങിന്? ഇരിക്കുമ്പോ അങ്ങനെ കൊള്ളാം. ഫ്രണ്ട് ഇരുന്നപ്പോ അടിപൊളിയായിരുന്നു. കൊള്ളത്തില്ലത്. അത് നിങ്ങൾ വണ്ടിക്കുണ്ടല്ലോ ഇന്നോയില് ഉണ്ടല്ലോ. ഇതുണ്ട് ചെറിയൊരു മിനി ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ലൈറ്റ്. ഞാൻ ആദ്യം ഇവിടെയാണ് ഇറങ്ങുന്നത് കേട്ടോ. ഇവിടെയാണ് പറഞ്ഞ വണ്ടിയിൽ ഫസ്റ്റ് ഓഫ് റോഡ് എന്ന് വെച്ചാൽ മിനി ഓഫ് റോഡ് ഫസ്റ്റ് ഇവിടെയാണ് ഇറക്കുക. പെണ്ണ മിണ്ടായിരുന്നോളോ? സൺറൂഫ് ഒന്നും ചോദിക്കരുത് ഫോർച്യൂണറില്, അതൊന്നും ഇല്ല. കുറച്ചുകൂടി കഴിയുമ്പോ വന്ന് ഓടിക്കുമായിരിക്കും. അയ്യോ ഹോൺ അടിക്കണ്. ഇതാരും ഹോൺ അടിക്കണ. അപ്പൊ കാശ് നമ്മള് മീനി ചേച്ചിയോടെ പോയി. എല്ലാരും ഉണ്ടായിരുന്നു. തമ്പൂര് ബാക്കി ഇരിപ്പുണ്ട്. തമ്പൂര് ഹായ് പറ. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്തു. നമ്മള് എല്ലാരും കൂടി ഫാമിലി ആയിട്ട് നമ്മള് ഒരു ആറ്റിന്റെ അടി ചാറ്റി വെള്ളമില്ലായിരുന്നു. ആ സൈഡിൽ വരെ പോയി. ഇനി കുളിക്കാനൊക്കെ വേണ്ടിട്ട് പോയാലാണ്, പക്ഷെ വെള്ളമില്ലായിരുന്നു. നമ്മൾ മൃദുലയുടെ വീടിന് അങ്ങോട്ട് പോവാണ്. അപ്പം കുഞ്ഞിനെ കൈയിരുത്തിക്കൊണ്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യരുത്. ഞാൻ സൈഡ് ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അമ്മയെ വണ്ടി കാണിച്ചിട്ടില്ല. അപ്പം അമ്മയെ വണ്ടി കാണിക്കണം, അമ്മയെ വണ്ടി കയറ്റണം, ഒന്ന് ഡ്രൈവ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ട്രിവാൻഡ്രത്തേക്ക് യാത്രയാവുകയാണ്. അപ്പം മൃദുല ഫ്രണ്ടിൽ വന്ന് ഇരുന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹൗ ഈസ് ഇറ്റ്? ഗുഡ്. ട്രോഫി പിടിച്ചോ? ഗൈസ്, പിന്നെ അത് മാത്രമല്ല കാർ സീറ്റർ വെക്കുന്നുണ്ട് ഉടനെ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അവനെ ഫ്രണ്ട് ഇങ്ങനെ ഇരുത്തത്തില്ല. ഫ്രണ്ട് ഇങ്ങനെ ഇരുത്തി ഡ്രൈവ് ചെയ്യരുത്. ഒറ്റ വണ്ടിക്കകത്ത് അവൻ അങ്ങനെ ഫ്രണ്ട് ഇരുത്തത്തേ ഇല്ല. സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ ഫോർച്യൂണറിൽ പോകുമ്പോൾ എന്താണ് ഫീലിങ്സ്? അമ്മയെ കാണിക്കണം, അമ്മയെ കേറ്റണം. ഓടി ഒന്നും ഇപ്പൊ കൊച്ചിനെ ആയിരിക്കും എടുക്കുന്നത്. വണ്ടി ഒന്നും മൈൻഡേ ചെയ്തില്ല.
അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛന് ആഗ്രഹമായിരുന്നു അച്ഛൻ ഈ വണ്ടിയിലത് കറങ്ങണമെന്നൊക്കെ, കൊണ്ടുപോയി കറങ്ങിയാനെ. എല്ലാരെയൊക്കെ ഒന്ന് റോഡൊക്കെ അടിച്ച് കാണിച്ച് കയ്യൊക്കെ കാണിച്ച് ഫ്രണ്ടി കയറി. അമ്മ ഈ സങ്കടം കണ്ട വേറെ നല്ല അച്ഛൻ്റെ കാര്യത്തിൻ്റെ കണ്ടത്. അതാ ഞാൻ ചോദിച്ചത്. അമ്മയായിട്ട് ഫസ്റ്റ് റൈഡ്. കണ്ട ഇത്രയും നേരം ഞാൻ അവിടെ ഇരിക്കുമ്പോ ഒറ്റ ഒരെണ്ണം വരത്തില്ലേ, അല്ലാത്തപ്പോ നോക്ക് ഓരോന്ന് ഞൂന്ന് ഇറങ്ങി പോ നോക്കിയാണ്. അവിടെ എന്തോ വേറൊരു അലപ്പ്. നമ്മള് വണ്ടിയെല്ലാം കാണിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ലാസ്റ്റ് ആയപ്പോൾ അമ്മയുടെ ഒരു വിഷമോടെ ആയപ്പോൾ സന്തോഷമുണ്ട്. എന്നാൽ അച്ഛനെ മാത്രം വണ്ടി കയറ്റാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിൽ വന്നു, എൻ്റെ വീട്ടിൽ പോയി, അവിടെ നിന്ന് അച്ഛനമ്മ എല്ലാവരും വണ്ടി കയറി, അമ്മ പിന്നെ എല്ലാവരും വണ്ടി കയറി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. രാത്രി നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ചായ കുടിക്കാനൊക്കെ എല്ലാവരും കൂടി പിന്നെ രാത്രി ഒരു നൈറ്റ് റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കുത്തി പറയുന്നുണ്ട്. അപ്പം അച്ഛന് മാത്രം വണ്ടി കയറ്റാൻ പറ്റിയില്ല. അവർ ഭയങ്കര ഒരു മിസ്സിങ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം അമ്പൂട്ട ഉറങ്ങിക്കൊണ്ട് തന്നെ ഞാൻ ഔട്ടർ ഒച്ചത്തി എടുക്കുന്നില്ല. അപ്പം ലവ് യു ആൻഡ് ബൈ ഗൈസ്. അപ്പം നാളെ കാണാം. അതുവരയ്ക്കും ബൈ.